സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമേ അച്യുത എന്ന് ശ്രീകൃഷ്ണ പരമാത്മാവിനോട് അർജുനൻ പറയുകയാണ്. ഈ യുദ്ധാരംഭത്തിൽ എന്നോടൊപ്പം യുദ്ധം ചെയ്യുവാൻ ആഗ്രഹിച്ചു വന്നിട്ടുള്ളവരുടെയും ഈ യുദ്ധത്തിൽ ദുർബുദ്ധിയായ ധൃതരാഷ്ട്രപുത്രനായ ദുര്യോധനൻ പ്രിയം ചെയ്യുവാൻ ആഗ്രഹിച്ചുകൊണ്ട് എത്തിയിട്ടുള്ളവരുടെയും നടുവിലായിക്കൊണ്ട് എങ്ങനെ എനിക്ക് നന്നായി ഇരു വിഭാഗങ്ങളെയും കാണുവാൻ സാധിക്കുമോ? ഇരു സേനകളുടെയും നടുവിലായിക്കൊണ്ട് ഈ തേരിനെ നിർത്തിയാലും. ഇത് കേട്ടുകൊണ്ട് ഭഗവാൻ അർജുനന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ആ മുഖത്ത് കൂടി ചില ഭാവങ്ങൾ ഇങ്ങനെ മിന്നി മറഞ്ഞു. ഹേ അർജുന, ഇവിടെ നിർത്തുകയോ? അബദ്ധമല്ലേ? അസ്ത്രപ്രയോഗത്താൽ എന്നെ അവർ തേർത്തട്ടിൽ നിന്ന് വീഴ്ത്തില്ലേ? എന്നിങ്ങനെയൊക്കെ ഭഗവാന്റെ കണ്ണുകളിലൂടെ മിന്നി മറഞ്ഞു. എന്നാൽ അച്യുത എന്ന സംബോധന കൊണ്ട് ഏതു കാലത്തിനും ദേശത്തിനും അവസ്ഥയിലും സ്ഥാനഭ്രംശമില്ലാത്ത ഭഗവാനെ അവിടുത്തെ ചലിപ്പിക്കുവാൻ വേണ്ടി ആർക്കാണ് കഴിയുക എന്ന് ബുദ്ധിപൂർവം അർജുനന്റെ മുഖത്തുകൂടി ചിന്തകളെ കടന്നുപോയി. ആലോചനയോടും ഈശ്വര അനുവാദത്തോടും കൂടി വേണം ലോകത്തിൽ സാധാരണമല്ലാത്ത ഈ വക വിഷയഘട്ടങ്ങളിൽ പ്രവർത്തിക്കുവാനെന്ന് അർജുനൻ വിചാരിച്ചത് കൊണ്ടാവണം ഭഗവാനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്നത്. അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവ്, ഭക്തന്റെ അനുഗ്രഹം സ്വീകരിക്കുവാൻ ഭഗവാൻ ഒരുങ്ങിയിരിക്കെ പാണ്ഡവരുടെ പരാജയത്തെക്കുറിച്ച് അങ്ങ് ആശിക്കുന്നത് ഫലവത്താകുന്ന കാര്യമല്ല എന്ന് അങ്ങ് ഓർമ്മിക്കേണ്ടതാണ്.